is a place where Dr. Ravi Taragan was born. ഈ ഒരു ഒറ്റ ഡയലോഗ് മതി നമ്മൾ ഇന്ന് ഏത് സിനിമയാണ് റീവിസിറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അയാളും ഞാനും തമ്മിൽ 2012 ലാൽ ജോസ് സംവിധാനം ചെയ്ത് ബോബി സഞ്ജയ് തിരക്കഥ എഴുതി പൃഥ്വിരാജും പ്രതാപോധനും പ്രധാന കഥാപാത്രങ്ങൾ എത്തുന്ന ഒരു ബ്യൂട്ടിഫുൾ സിനിമയാണ് അയാളും ഞാനും തമ്മിൽ. കാലം എത്ര കഴിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ആളുകൾ ഈ സിനിമയെ ഇപ്പോഴും ഇത്രയധികം ഇഷ്ടപ്പെടുന്നത്? ഈ സിനിമയ്ക്ക് ഒരു റീവിസിറ്റ് വാല്യൂ ഉണ്ടെന്നും നമ്മൾ വിശ്വസിക്കുന്നത് ഇൻസ്റ്റഗ്രാമിലാകട്ടെ യൂട്യൂബിലാകട്ടെ ഇപ്പോൾ പോലും ഈ സിനിമയുടെ ഒരുപാട് എഡിറ്റഡ് വീഡിയോസ് വരാറുണ്ട്. എന്തുകൊണ്ടാവാം? ഒരു പക്ഷേ നമുക്ക് ഈ വീഡിയോയിലൂടെ അതിന്റെ കാരണങ്ങൾ കണ്ടെത്താം. ഈ സിനിമയുടെ ടൈറ്റിലിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു ടൈറ്റിൽസ് ആണ് ഇവർ ഈ സിനിമയെ കൊടുത്തിട്ടുള്ളത്. അയാളും ഞാനും തമ്മിൽ. ആദ്യമായിട്ട് ഈ ടൈറ്റിലിനെ പറ്റി ഞാൻ കേൾക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് ഈ സിനിമ സമൃദ്ധയുടെ ക്യാരക്ടറായ സൈനുവിൻ്റെ POVയിലാണ് ഈ സിനിമ പോകുന്നതെന്നാണ് എനിക്ക് മനസ്സിലായത്. പക്ഷേ പിന്നീട് തിയേറ്ററിൽ പോയി സിനിമ കണ്ടപ്പോഴാണ് എനിക്ക് കാര്യം പിടികിട്ടിയത് ഈ സിനിമ അങ്ങനെയൊന്നുമല്ല. ഇതൊരു ഡിഫറെൻറ്റ് ഫീലാണ്. കേവലം ഒരു കോളേജ് ഡ്രാമ അല്ലെങ്കിൽ കോളേജ് ഫ്രണ്ട്ഷിപ്പ്, കോളേജ് ലവ് സ്റ്റോറി എന്നതിലപ്പുറം ഒരുപാട് നല്ല ഹ്യൂമൻ റിലേഷൻഷിപ്പ് പോർട്രേ ചെയ്തൊരു സിനിമ കൂടിയാണ് അയാളും ഞാനും തമ്മിൽ. ഈ അയാളും ഞാനും തമ്മിൽ എന്ന് ഇവർ ഉദ്ദേശിക്കുന്നത് സാമുവൽ ഡോക്ടറും ഡോക്ടർ രവി തരകനും തമ്മിലുള്ള ഒരു ബോണ്ടാണ് അവർ ആ സിനിമയിലൂടെ കാണിക്കാൻ ശ്രമിച്ചത്. ആൻഡ് അത് നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അയാളും ഞാനും തമ്മിൽ എന്ന ടൈറ്റിൽ പോലെ തന്നെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു ടൈറ്റിൽ ഈ സിനിമയിലുണ്ട്. അത് ഒരു പ്ലേസ് ആണ്. ഈ പ്ലേസിൽ വെച്ചിട്ടാണ് രവി തരകന് ഒരുപാട് നല്ല നല്ല ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നത്. നമ്മൾക്ക് ഈ സിനിമയുടെ തുടക്കത്തിൽ രവി തരകനെ കാണുമ്പോൾ വളരെയധികം ദേഷ്യമുള്ളതും പിന്നെ കെയർലെസ് ആയിട്ടും ഒരു ടിപ്പിക്കൽ ടീനേജ് മൈൻഡ് സെറ്റാണ് അദ്ദേഹത്തിനുള്ളത്. പക്ഷെ പിന്നീട് അദ്ദേഹം ഇൻറ്റേൺഷിപ്പിനായിട്ട് സാമുവൽ ഡോക്ടറിൻ്റെ അടുത്ത് എത്തുമ്പോൾ അദ്ദേഹത്തിന് വരുന്ന കുറേ നല്ല മാറ്റങ്ങളുണ്ട്. അതിപ്പോൾ പേഴ്സണലി ആണെങ്കിലും പ്രൊഫഷണലി ആണെങ്കിലും അദ്ദേഹത്തിന് വരുന്ന നല്ല മാറ്റങ്ങളുണ്ട്. ആൻഡ് ഈ നല്ല മാറ്റങ്ങൾ നടക്കുന്ന ഒരു സ്പേസാണ് സാമുവൽ ഡോക്ടറിൻ്റെ ഹോസ്പിറ്റൽ. ആൻഡ് ഈ ഹോസ്പിറ്റലിന് ഒരു പേര് വേണ്ടേ? ആ ഹോസ്പിറ്റലിന് അവരിട്ട പേരായിരുന്നു റിഡംഷൻ ഹോസ്പിറ്റൽ. ഈ റിഡംഷൻ എന്ന് പറഞ്ഞ വേർഡ് തന്നെ ഒരു ചേഞ്ച് അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്നൊക്കെ അർത്ഥം വരുന്ന ഒരു വേർഡ് കൂടിയാണ്. അപ്പം ഈ സിനിമയുടെ മെയിൻ ടൈറ്റിലായ അയാളും ഞാനും തമ്മിൽ, പിന്നെ ഈ ഹോസ്പിറ്റലിൻ്റെ ടൈറ്റിലിനെയും റിഡംഷൻ ഹോസ്പിറ്റൽ, ഇത് രണ്ടും ബ്രില്യൻറ്റ് സെലക്ഷൻസ് തന്നെയാണ്. അടുത്തതായിട്ട് എടുത്തു പറയേണ്ടത് ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് തന്നെയാണ്. ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്ന ബോബി സഞ്ജയ് ആണ്. ബോബി സഞ്ജയുടെ കാര്യം പറയുകയാണെങ്കിൽ എനിക്കിഷ്ടപ്പെട്ട ഒരുപടി നല്ല സിനിമകൾ എഴുതിയിരിക്കുന്നത് ഇവരാണ്. അതിൽ ഇവരുടെ ഫസ്റ്റ് സിനിമയായ എൻ്റെ വീട് അപ്പൂൻ്റെയും തൊട്ട് പിന്നീട് ഇവർ എഴുതിയ നോട്ട്ബുക്ക് ആയിക്കോട്ടെ, മുംബൈ പോലീസ്, ട്രാഫിക്, ഹൗ ഓൾഡ് ആർ യു, ഇതെല്ലാം എൻ്റെ പേഴ്സണൽ ഫേവററ്റിൽ ഇടം നേടിയ സിനിമകളാണ്. ഇവരുടെ സ്ക്രിപ്റ്റിൻ്റെ മാജിക്കായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് ഇവർ എഴുതിയിരിക്കുന്ന കഥാപാത്രങ്ങളുടെ ഡെപ്ത് അല്ലെങ്കിൽ അവർക്കുണ്ടാവുന്ന ഒരു ലൈഫ് തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ സിനിമയായ അയാളും ഞാനും തമ്മിൽ എടുത്തു നോക്കുകയാണെങ്കിൽ ഇതിൽ ഒരുപാട് സ്റ്റാർ കാസ്റ്റ് ഉള്ളൊരു സിനിമയാണ്. പൃഥ്വിരാജ് തൊട്ട് പ്രതാപോത്തൻ, കലാഭവൻ മണി, രമ്യ നമ്പീശൻ, സമൃദ്ധ സുനിൽ, റീമ കല്ലിങ്കൽ, അങ്ങനെ പേരെടുത്ത് പറയാനാണെങ്കിൽ ഒരുപാട് ആർട്ടിസ്റ്റ് ഉള്ള സിനിമയാണ്. ആൻഡ് ഈ ഒരു ആർട്ടിസ്റ്റിനെ പോലും അവർ അനാവശ്യമായിട്ട് സിനിമയിൽ കൊണ്ടുവരുന്നില്ല. ഓരോ ക്യാരക്ടറും അതിൻ്റേതായ ഇമ്പോർട്ടൻസും ഇമ്പാക്റ്റും ഇവർ കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ സിനിമ കണ്ട് തിയേറ്ററിൽ വിട്ട് പോകുമ്പോഴും നമ്മൾക്ക് ഈ സിനിമയിലെ ക്യാരക്ടേഴ്സ് നമ്മൾ വളരെയധികം ഓർത്തിരിക്കുന്ന ക്യാരക്ടേഴ്സാണ്. അല്ലെങ്കിൽ ഇൻക്ലൂഡിങ് ഇവരുടെ ക്യാരക്ടർ നെയിംസ് വരെ നമ്മൾക്ക് ഇപ്പം പൃഥ്വിരാജ് ചെയ്ത കഥാപാത്രം എന്നതിനേക്കാളും നമ്മൾ ഡോക്ടർ രവി അല്ലെങ്കിൽ ഡോക്ടർ സാമുവൽ എന്നാണ് നമ്മൾ പറയുന്നത്. പിന്നെ കമ്മിങ് ബാക്ക് ടു ഈ സിനിമയുടെ സ്റ്റോറി ലൈൻ. ഈ സിനിമയുടെ പ്രധാന കഥാപാത്രം ഡോക്ടർ രവിയാണ്. ഡോക്ടർ രവിയെ ചുറ്റിപ്പറ്റിയാണ് കഥ പോകുന്നത്. കഥയുടെ തുടക്കം രവി മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. വളരെ കെയർ ഫ്രീ ആയിട്ട് കുറേ വർഷങ്ങളെടുത്ത് ഈ കോഴ്സ് പാസ്സാവുന്ന ഒരു വിദ്യാർത്ഥിയായിട്ടാണ് അയാളെ കാണിച്ചത്. ഈ കഥയ്ക്കൊരു മാറ്റം വരുന്നത് അയാൾ മെഡിക്കൽ കോളേജ് വിട്ട് ഇന്റേൺഷിപ്പിനായിട്ട് മൂന്നാറുള്ള റിഡംഷൻ ഹോസ്പിറ്റലിൽ എത്തിച്ചേരുകയും അവിടെ ഡോക്ടർ സാമുവലിൻ്റെ ശിക്ഷണത്തിൽ അയാൾ മികച്ചൊരു ഡോക്ടറായി മാറുകയും ചെയ്യുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ. ആ ട്രാൻസ്ഫോർമേഷൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ബോബി സഞ്ജയ്ക്ക് തിരക്കഥയിൽ എഴുതി വെക്കാൻ പറ്റിയിട്ടുണ്ട്. അയാളും ഞാനും തമ്മിൽ എന്ന സിനിമയെ പറ്റി ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഈ സിനിമയുടെ ക്യാപ്റ്റൻ ഓഫ് ദി ഷിപ്പ് എന്ന ആളെ പറ്റി പറയാണ്ട് പോയാൽ മോശമാണ്. ലാൽ ജോസ് ഈ സിനിമയുടെ സംവിധായകൻ. ഈ സിനിമയുടെ സംവിധായകൻ ലാൽ ജോസ് അല്ലായിരുന്നെങ്കിൽ ഈ സിനിമ ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു റീവാച്ച് വാല്യൂ ഉള്ള ഒരു സിനിമയായി മാറുമോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. ലാൽ ജോസിൻ്റെ കരിയർ തന്നെ എടുത്തു നോക്കിയാൽ അദ്ദേഹം ചെയ്തിട്ടുള്ള ഒരുപാട് സിനിമകൾ നമ്മൾക്ക് ഇപ്പോഴും ഇതുപോലെ റീവാച്ച് വാല്യൂ ഉള്ള സിനിമകളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മാജിക് ഈ സിനിമയിൽ ഉണ്ട്. ഇതിന്റെ ഡയറക്ടർ ആക്ടർ കോംബോ മലയാളത്തിൽ ഇതിനു മുമ്പ് വലിയൊരു സൂപ്പർ ഹിറ്റ് ഡെലിവറി ചെയ്തൊരു കോംബോയാണ്. ആൻഡ് അതിനും അപ്പുറത്തേക്ക് ലാൽ ജോസ് എന്ന് പറഞ്ഞൊരു ഡയറക്ടറുടെ സിനിമകൾ
സിനിമകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും ഒരു സ്ഥിരം പാറ്റേണിലേക്ക് ഒതുങ്ങാത്ത ഒരാളാണ് ലാൽ ജോസ് എന്ന് തോന്നാറുണ്ട്. ഫസ്റ്റ് പടം മറവത്തൂർ കനവ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ മീശമാധവനും രണ്ടാം ഭാവവും ചെയ്തു. ഇപ്പോൾ മീശമാധവൻ ഒരു ഔട്ട് ആൻഡ് ഔട്ട് കോമഡി പടമാണ് എന്ന് പറയുമ്പോഴും രണ്ടാം ഭാവം കുറച്ചും കൂടി ഒരു ഗ്യാങ്സ്റ്റർ ഡ്രാമ പോലത്തെ ഒരു സിനിമയാണ്. ആൻഡ് എല്ലാ സിനിമകളിലും അദ്ദേഹത്തിന് നോക്കിക്കഴിഞ്ഞാൽ സം കൈൻഡ് ഓഫ് ഇമോഷൻ നല്ല ഗംഭീരമായിട്ട് ബ്ലെൻഡ് ചെയ്ത് വെക്കുന്ന ഒരു സംഭവം കാണാൻ പറ്റും. പൃഥ്വിരാജിന്റെ അടുത്ത് ബോബി സഞ്ജയ് ആദ്യമായിട്ട് ഈ തിരക്കഥയെ പറ്റി പറയുമ്പോൾ പൃഥ്വിരാജിന്റെ മനസ്സിൽ ഇന്നൊരു ഡയറക്ടർ ഈ പടം ചെയ്താൽ അടിപൊളിയായിരിക്കും എന്ന് പൃഥ്വിരാജിന് തോന്നി. അങ്ങനെ പൃഥ്വിരാജിന് തോന്നിയ ആ ഡയറക്ടറായിരുന്നു ലാൽ ജോസ്. ലാൽ ജോസ് ഈ സിനിമയുടെ ഡയറക്ടറായി വന്നപ്പോൾ ഈ സിനിമയ്ക്ക് എടുത്തു പറയേണ്ട രണ്ട് മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്. ഒന്ന്, ഈ സിനിമയുടെ ഒരു പ്രധാനപ്പെട്ട സീനാണ്. ആ സീൻ ഇങ്ങനെയാണ്: ഡോക്ടർ രവിയും സൈനുവും തമ്മിൽ രജിസ്റ്റർ മാരേജ് ചെയ്യാൻ ആഗ്രഹിക്കുകയും അവരൊരു ഡേറ്റ് ഡിസൈഡ് ചെയ്യുകയും ചെയ്യും. 6-ാം തീയതി രാവിലെ ഞാൻ എത്തും സൈനു, അതുവരെ കാത്തിരുന്നാൽ പോരെ. പക്ഷേ ഡോക്ടർ രവി ട്രാഫിക്കിൽ അകപ്പെട്ടു പോവുകയും അദ്ദേഹത്തിന് കറക്റ്റ് സമയത്ത് അവിടെ എത്തിച്ചേരാൻ പറ്റാതാവുകയും പിന്നീട് ഡോക്ടർ രവിയും സൈനുവും തമ്മിൽ എന്നേക്കുമായിട്ട് പിരിയുന്ന ഒരു സീനാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ബോബി സഞ്ജയ് എഴുതിയിരിക്കുന്ന സ്ക്രിപ്റ്റിൽ ഇതിങ്ങനെയായിരുന്നില്ല. മറിച്ച് ഡോക്ടർ രവിയുടെ അമ്മ മരിക്കുകയും അമ്മേനെ അവസാനമായിട്ട് ഒരു നോക്ക് കാണാൻ ആഗ്രഹിക്കുന്ന ഡോക്ടർ രവി പക്ഷേ ട്രാഫിക് മൂലം കറക്റ്റ് സമയത്ത് അടക്കത്തിന് എത്താൻ പറ്റാതാവുകയും അതുമൂലം രവി തരകൻ അനുഭവിക്കുന്ന ഒരു വിഷമവുമാണ് അവർ സിനിമയിൽ പോർട്രേ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. ഇത് ഒരു പക്ഷേ നല്ല സീനാണ്. പക്ഷേ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന പോലെ ഈ സിനിമ അത്രയ്ക്ക് ശ്രദ്ധേയമാകുമോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. നമ്മളെല്ലാവരും ആഗ്രഹിച്ചിരുന്നു ഡോക്ടർ രവിയും സൈനുവും തമ്മിൽ പിരിയാതിരുന്നെങ്കിൽ. ഒരു പക്ഷേ ആ ഒരു കോർ സീൻ മൂലമാകും ഇന്നും ആളുകൾ ഈ സിനിമയെ ഇഷ്ടപ്പെടുന്നത്. ഇത് കൂടാണ്ട് ലാൽ ജോസ് എടുത്തൊരു ബ്രില്യൻ ഡിസിഷൻ ആയിരുന്നു ഈ സിനിമയിലെ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമായ ഡോക്ടർ സാമുവലിന്റെ കാസ്റ്റിംഗ്. ലാൽ ജോസിന്റെ അടുത്ത് ബോബി സഞ്ജയ് തിരക്കഥ ആദ്യമായി പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിന് മനസ്സിൽ വന്ന സാമുവൽ ഡോക്ടറിന്റെ മുഖം പ്രതാപ് പോത്തന്റെ ആയിരുന്നു. പക്ഷേ ലാൽ ജോസിന്റെ ചുറ്റുമുള്ള ഒരുപാട് ആളുകൾ ഇതിനെ എതിർത്തു. കാരണം ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ പ്രതാപ് പോത്തന്റെ ലേറ്റസ്റ്റ് റിലീസായ ഒരു പടമായിരുന്നു 22 ഫീമെയിൽ കോട്ടയം. ആൻഡ് ഈ പടത്തിൻ്റെ അകത്ത് അദ്ദേഹം ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടറായിരുന്നു ചെയ്തത്. അപ്പോൾ അത്രയധികം നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു ക്യാരക്ടർ ചെയ്ത പ്രതാപ് പോത്തന് പിന്നീട് ഒരു ഫീൽ ഗുഡ് ആയിട്ടുള്ള ഡോക്ടർ സാമുവലിനെ ചെയ്ത് ഫലിപ്പിക്കാൻ പറ്റുമോ ആളുകൾ ഡൗട്ട്ഫുൾ ആയിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും പ്രേരണയെ ലാൽ ജോസ് നസറുദ്ദീൻ ഷാഹിനെ കൺസിഡർ ചെയ്തു. പക്ഷേ അദ്ദേഹത്തിന്റെ ലാംഗ്വേജ് ബാരിയേഴ്സ് മൂലം അദ്ദേഹം ഈ സിനിമയുടെ പാട്ടായില്ല. പിന്നീടാണ് സാമുവൽ ഡോക്ടർ എന്ന കഥാപാത്രം പ്രതാപ് പോത്തനിലേക്ക് എത്തിച്ചേരുന്നതും നമ്മൾ കണ്ടാസ്വദിച്ച സാമുവൽ ഡോക്ടറെ നമുക്ക് ലഭിച്ചതും. ഈ രണ്ട് സിറ്റുവേഷൻസും അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ഒരു ഡയറക്ടർ എന്ന് പറയുന്ന പൊസിഷൻ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്നും അതുപോലെ തന്നെയാണ് അവരെടുക്കുന്ന ഡിസിഷൻസ്. ഒരുപാട് കഥാപാത്രങ്ങൾ വന്നു പോകുന്ന ഒരു സിനിമ കൂടിയാണ് അയാളും ഞാനും തമ്മിൽ. അപ്പോൾ ഈ സിനിമയിലെ ഏതാനും ചില കഥാപാത്രങ്ങളോട് നമുക്കൊന്ന് അനലൈസ് ചെയ്ത് പോകാം. ആദ്യം തന്നെ പൃഥ്വിരാജ് അവതരിപ്പിച്ച ഡോക്ടർ രവി എന്ന് പറയുന്ന കഥാപാത്രം. പൃഥ്വിരാജിന്റെ കരിയറിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു ഡോക്ടർ രവി തരകേണ്ടത്. ഈ സിനിമയ്ക്ക് മുന്നേ വരെ പൃഥ്വിരാജിന് ഒരുപാട് ഹേറ്റ് ക്യാമ്പയിൻ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഒരു പക്ഷേ ഈ സിനിമയ്ക്ക് ശേഷം ഒരു പറ്റം മനുഷ്യരെങ്കിലും ഒന്ന് മാറി ചിന്തിക്കാൻ ശ്രമിച്ചു. അദ്ദേഹത്തിന് ആളുകൾ ഇഷ്ടപ്പെട്ടു തുടങ്ങി. അതിന് കാരണമായിട്ട് എനിക്ക് തോന്നിയത് അദ്ദേഹത്തിന്റെ കഥാപാത്രമായ ഡോക്ടർ രവി തരകൻ തന്നെയാണ്. അദ്ദേഹം അത്രയും നാൾ ചെയ്ത കഥാപാത്രങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തനായിരുന്നു ഡോക്ടർ രവി തരകൻ. ഒരു ആക്ടറെ സംബന്ധിച്ച് ഒരുപാട് വൈകാരികമായ രംഗങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു കഥാപാത്രമാണ് ഡോക്ടർ രവി. അതിൽ തന്നെ പ്രണയം കാണിക്കുന്നുണ്ട്, സൗഹൃദം കാണിക്കുന്നുണ്ട്, നല്ലൊരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഡോക്ടറെ കാണിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഒരുപാട് ട്രാൻസ്ഫോർമേഷനിലൂടെ കടന്നു പോകുന്ന രവി തരകൻ ആൻഡ് ഈ ഓരോ ട്രാൻസ്ഫോർമേഷനും അദ്ദേഹം കടന്നു പോകുമ്പോഴും വ്യത്യസ്ത തരമായിട്ടുള്ള ഇമോഷൻസും വന്നു പോകുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഒരു ഇമോഷണൽ റോളർ കോസ്റ്റർ തന്നെയായിരുന്നു ഡോക്ടർ രവി തരകൻ എന്ന് പറയുന്ന കഥാപാത്രം. ആൻഡ് ഈ ഓരോ ഇമോഷനും അതിൻ്റെ ബെസ്റ്റ് വേർഷനിൽ വളരെ സട്ടിൽ ആക്ടിങ്ങിലൂടെ പൃഥ്വിരാജ് സുകുമാറിന് നമ്മളെ കൺവിൻസ് ചെയ്യാൻ സാധിച്ചു. കമ്മിങ് ടു ദ പെർഫോമൻസ്, പൃഥ്വിരാജിൻ്റെ ഇതിൻ്റെ അകത്ത് ഒരുപാട് നല്ല ബ്യൂട്ടിഫുൾ സീൻസ് ഉണ്ട്. പക്ഷേ ഞാനിത് പറയാൻ പോകുന്നത് എനിക്കൊരു പേഴ്സണൽ ഫേവറേറ്റ് സീനാണ്. സീൻ പോകുന്നത് ഇങ്ങനെയാണ്: കലാഭവൻ ക്യാരക്ടറായ ASI പുരുഷോത്തമനും പൃഥ്വിരാജിൻ്റെ ക്യാരക്ടറായ ഡോക്ടർ രവി ഇവർ തമ്മിലൊരു ഈഗോ ക്ലാഷ് പോകുന്നുണ്ട്. ആൻഡ് ഈ ഈഗോ ക്ലാഷിൻ്റെ ഭാഗമായിട്ടാണ് ഡോക്ടർ രവിക്ക് സൈനുവിനെ എന്നേക്കുമായിട്ട് നഷ്ടമാകുന്നത്. ഇത് കാരണം ഡോക്ടർ രവിക്ക് ASIയോട് തീരാത്ത ദേഷ്യമുണ്ട്. ആൻഡ് ഈ ദേഷ്യം മനസ്സിലിങ്ങനെ കിടക്കുകയാണ്. ലേറ്റർ ഒരു ദിവസം ASI പുരുഷോത്തമൻ്റെ
കുട്ടിക്ക് അസുഖം കൂടി ഈ ആശുപത്രിയിലാണ് കൊണ്ടുവരുന്നത്. ഡ്യൂട്ടി ഡോക്ടറായിട്ട് പൃഥ്വിരാജിൻ്റെ ക്യാരക്ടറായ ഡോക്ടർ രവിയാണ് അവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ദേഷ്യം വെച്ചുകൊണ്ട് ഡോക്ടർ രവി ട്രീറ്റ്മെൻറ്റ് ഈ കുട്ടിക്ക് ഡിനൈ ചെയ്തു. അത് പിന്നെ അദ്ദേഹത്തിനെ ഒരുപാട് ലീഗൽ ഇഷ്യൂസിലൊക്കെ കൊണ്ടെത്തിക്കും. പക്ഷേ സാമുവൽ ഡോക്ടറിൻ്റെ ഒരു വാക്കാൽ അദ്ദേഹം സേവ് ചെയ്യപ്പെടുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോഴാണ് ഈ ഡോക്ടർ രവിക്ക് ഒരു റിയലൈസേഷൻ വരുന്നത്. താൻ ഇത്രയും വലിയൊരു പൊസിഷനിൽ ഇരുന്നിട്ട് താൻ പേഴ്സണൽ കാര്യം എടുത്തിട്ട് ഒരു കുട്ടിക്ക് ട്രീറ്റ്മെൻറ്റ് ഡിനേ ചെയ്തു. ആൻഡ് ഈ ഒരു പൊസിഷനിൽ ഇരിക്കുമ്പോൾ താൻ ഇങ്ങനെ ഒരു തെറ്റ് ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്നൊക്കെ പൃഥ്വിരാജിന് തിരിച്ചറിവുണ്ടാവുകയും ഈ പറയുന്ന ഈ കുട്ടീനെ സ്കൂളിൽ പോയി കാണുന്ന ഒരു സീനുണ്ട്. ആൻഡ് ആ സീന് ഭയങ്കര ബ്യൂട്ടിഫുള്ളി ആണ് പോർട്രേ ചെയ്തിരിക്കുന്നത്. അപ്പോഴാണ് ഈ സിനിമയിൽ മൂന്നാമത്തെ പാട്ടിൻ്റെ പ്ലേസ്മെൻറ്റ്, തുള്ളിമഞ്ഞിനുള്ളിൽ നിന്ന് പാട്ട്. ആ പാട്ട് ഇറ്റ്സെൽഫ് ഹാസ് ഒരു ഹീലിംഗ് പ്രോപ്പർട്ടി. ആൻഡ് പൃഥ്വിരാജിൻ്റെ ഈ കഥാപാത്രമായ ഡോക്ടർ രവിക്ക് ഈ കുട്ടിയോട് മാപ്പ് പറയണം. കുറ്റബോധം കൊണ്ട് ഇങ്ങനെ നിറയുകയാണ്. അപ്പോൾ അതെങ്ങനെ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഈ പാട്ട് ബാക്ക്ഗ്രൗണ്ടിലുണ്ട്. പൃഥ്വിരാജ് ഈ കുട്ടിയുടെ കാലിൽ ഇങ്ങനെ പിടിക്കുന്ന ഒരു സീനുണ്ട്. അത് കാണുമ്പോൾ കാണുന്ന ഓഡിയൻസിന് ഒരു മഴ തോന്നുന്ന ഒരു എഫക്റ്റാണ്. കാരണം നമ്മൾക്ക് തന്നെ ഒരു റിലീഫാണ് ആ സീൻ കാണുമ്പോൾ. ആ സീൻ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അദ്ദേഹം ആക്ട് ചെയ്തിട്ടുള്ളത്. വളരെ സട്ടിലായിട്ടുള്ള ആക്ടിങ് ആയിരുന്നു. പക്ഷെ നമുക്ക് ഭയങ്കര ടച്ച് ചെയ്തു. ഡോക്ടർ രവി തരകൻ കഴിഞ്ഞാൽ അത്രത്തോളം ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കഥാപാത്രമായിരുന്നു പ്രതാപ് പോത്തൻ അവതരിപ്പിച്ച് ഡോക്ടർ സാമുവൽ. പുറമേ കാണുമ്പോൾ നമുക്ക് വളരെ പരുക്കനായിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് തോന്നുന്നത്. പക്ഷേ അദ്ദേഹത്തെ അറിയും തോറും നമുക്ക് മനസ്സിലാകും അദ്ദേഹം വളരെ ഒരു സ്വീറ്റ് പേഴ്സണാലിറ്റിയാണ്. തൻ്റെ സ്റ്റുഡൻസിൻ്റെ അടുത്ത് വഴക്ക് പറയുകയും പിന്നീട് അവർ വർക്കിൽ ബെറ്റർ ആകുമ്പോൾ ഇതേ സാമുവൽ ഡോക്ടർ തന്നെ ഇവരുടെ അടുത്ത് സുഹൃത്തുക്കളെ പോലെ ചിരിച്ച് കളിച്ച് സംസാരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വെറും ഒരു അലസനായ കെയർ ഫ്രീ ആയ രവി തരകനെ ഡോക്ടർ രവി തരകൻ എന്ന് പറഞ്ഞ ഒരു അടിപൊളി സർജനാക്കി മാറ്റിയതിൽ സാമുവൽ ഡോക്ടറിൻ്റെ പങ്ക് ചെറുതല്ല. സാമുവൽ ഡോക്ടറെ പറ്റി പറയുമ്പോൾ അദ്ദേഹം ഈ പ്രൊഫഷനോട് അങ്ങേയറ്റം പാഷനേറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഈ ഒരു പ്രൊഫഷനെ ഒരിക്കൽ പോലും പണം ഉണ്ടാക്കാനുള്ളൊരു സോഴ്സായിട്ട് കണ്ടിട്ടില്ല. അത് കാണിക്കുന്ന ഒരു സീൻ ആ സിനിമയിലുണ്ട്. സുകുമാരി രവി തരകൻ്റെ അടുത്ത് പറയുന്ന ഒരു സീനാണ്. അതായത് സാമുവൽ ഡോക്ടറിന് സിറ്റിയിൽ നല്ല ഹൈ പേയിങ് ആയിട്ടുള്ളൊരു ഹോസ്പിറ്റലിൽ അദ്ദേഹം വർക്ക് ചെയ്യുമായിരുന്നു. പക്ഷേ അദ്ദേഹം അതൊക്കെ ഉപേക്ഷിച്ച് മൂന്നാർ ഈ പൂട്ടിക്കിടക്കുന്ന റിഡക്ഷൻ ഹോസ്പിറ്റൽ ടേക്ക് ഓവർ ചെയ്ത് ഇവിടുത്തെ പാവപ്പെട്ട ആളുകളെ ഫ്രീ ഓഫ് കോസ്റ്റിൽ അദ്ദേഹം ചികിത്സിക്കാറുണ്ട്. സാമുവൽ ഡോക്ടർ ഒരാളെ മെൻറ്റർ ചെയ്യുമ്പോൾ തൻ്റെ ഐഡിയോളജീസ് കൂടി പാസ് ഓൺ ചെയ്യാനാണ് അദ്ദേഹം ശ്രദ്ധിക്കുക. തൻ്റെ കാലം കഴിഞ്ഞാൽ പോലും അതേപോലത്തെ സിമിലർ ഐഡിയോളജീസ് ഉള്ള ഒരുപാട് സാമുവൽ ഡോക്ടർമാരെ ഉണ്ടാക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. ഇപ്പോൾ രവി തരകൻ്റെ കേസ് എടുത്താൽ തന്നെ നമുക്ക് കാണാം. രവി തരകൻ കറൻ്റ്ലി വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലെ കൊളീഗ്സ് പറയുന്നുണ്ട് അദ്ദേഹം ഇതേപോലെ കുറേ പേഷ്യൻസിന് ഫ്രീ ഓഫ് കോസ്റ്റിന് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ഇൻഫ്ലുവൻസ് രവി തരകന് കിട്ടിയത് സാമുവൽ ഡോക്ടറിൽ നിന്നാണ്. അപ്പോൾ ഒരു മെൻറ്റർ എന്ന നിലയിൽ സാമുവൽ ഡോക്ടറിൽ എത്രമാത്രം ഇൻഫ്ലുവൻഷ്യൽ ആണെന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. പ്രൊഫഷൻ്റെ കാര്യത്തിൽ സാമുവൽ ഡോക്ടർ അങ്ങേയറ്റം സ്ട്രിക്റ്റ് ആണ്. അവിടെ ഒരു കോംപ്രമൈസും അദ്ദേഹം തയ്യാറായിരുന്നില്ല. ഈ ഒരു പെർട്ടിക്കുലർ കാര്യം ഡോക്ടർ രവി തരകന് തൻ്റെ ഇനിഷ്യൽ ഡേയ്സിൽ തന്നെ അദ്ദേഹത്തിന് മനസ്സിലാവുന്നുണ്ട്. ഇത് കാണിച്ചു തരുന്ന ഒരു സീനുണ്ട്. ഡോക്ടർ രവി തരകനോട് ഒരു പെർട്ടിക്കുലർ പേഷ്യൻറ്റിന് ഇത്ര ദിവസം മാത്രം ആൻറ്റിബയോട്ടിക്സ് കൊടുത്താൽ മതി എന്ന് സാമുവൽ ഡോക്ടർ പറയുന്നുണ്ട്. പക്ഷേ ഡോക്ടർ രവി ഒരു ദിവസം കൂടി എക്സ്ട്രാ ആൻറ്റിബയോട്ടിക്സ് കൊടുക്കുകയുണ്ടായി. അപ്പോൾ സാമുവൽ ഡോക്ടർ ഇത് ചോദ്യം ചെയ്യുകയുണ്ടായി. ഡോക്ടർ രവിയുടെ ക്യാരക്ടർ വളരെ സില്ലി ആയിട്ടപ്പോൾ പറഞ്ഞു പോകുന്നുണ്ട്, അതിനിപ്പോൾ എന്താ, ഞാൻ ഒരു ദിവസം കൂടിയല്ലേ മരുന്ന് കൊടുത്തുള്ളൂ. ഏയ് തരകൻ, ഏറ്റവും ചെറിയ നെഗ്ലിജൻസ് പോലും ഈ പ്രൊഫഷനിൽ ക്രൈമാണ്. റിമെമ്പർ ദാറ്റ്. വർക്കിൽ ബെറ്റർ ആവാൻ വേണ്ടി സാമുവൽ ഡോക്ടർ ഇടയ്ക്കിടയ്ക്ക് ഡോക്ടർ രവിയെ ഇതുപോലെ വഴക്ക് പറയാറുണ്ട്. പക്ഷേ സാമുവൽ ഡോക്ടറിൻ്റെ ഫേവറേറ്റ് ഇന്റേൺ ആരാണെന്ന് ചോദിച്ചാൽ അത് രവി തരകൻ തന്നെയാണ്. രവി തരകനെ സ്വന്തം മകനെ പോലെയാണ് അദ്ദേഹം കൺസിഡർ ചെയ്യുന്നത്. അത് കാണിക്കുന്ന ഒരു സീനും ആ സിനിമയിലുണ്ട്. സ്വന്തം മകൻ്റെ പേരായ രാഹുൽ എന്ന പേര് സാമുവൽ ഡോക്ടർ രവി തരകനെ മാറി വിളിക്കുന്ന ഒരു സീൻ. രാഹുൽ, ഐ ഹേറ്റ് ടു സേ ദിസ്. സർ, തരകൻ. തരകൻ. പിന്നീട് കഥ എങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് സാമുവൽ ഡോക്ടറും ഡോക്ടർ രവിയും തമ്മിലുള്ള ബോണ്ട് ബെറ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് കാണിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ സീനും ഈ സിനിമയിലുണ്ട്. സാമുവൽ ഡോക്ടറിൻ്റെ സ്വന്തം മകനായ രാഹുൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചൂടാവുകയും ഇത് കാണുന്ന രവി തരകൻ രാഹുലിനെ തല്ലാൻ ഓങ്ങുന്ന ഒരു സീനുണ്ട്. ഈ സീനിൽ എടുത്തു പറയേണ്ടത് പ്രതാപ് പോത്തൻ്റെ ആക്ടിങ്ങും അദ്ദേഹത്തിൻ്റെ ഡയലോഗ് ഡെലിവറിയും തന്നെയാണ്.
അത് കൂടാണ്ട് മനസ്സിലാക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട്. രവി തരകനും സാമുവൽ ഡോക്ടറിന്റെ അടുത്തൊരു ഫാദർ ലൈക്ക് അഫെക്ഷൻ തോന്നി തുടങ്ങി. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ അടുത്ത് ഒരാൾ ചൂടാവുന്നത് കാണുമ്പോൾ തല്ലാനോങ്ങുന്നത്. സാമുവൽ ഡോക്ടർ മറ്റൊരാളുടെ ഇമോഷൻ അത്രയധികം വാല്യൂ ചെയ്യുന്ന ഒരു മനുഷ്യൻ കൂടിയാണെന്ന് കാണിച്ചു തരുന്ന ഒരു സീൻ ഈ സിനിമയിൽ ഉണ്ട്. ആ സീൻ പോകുന്നത് ഇങ്ങനെയാണ്. രവി തരകൻ എന്ന് പറയുന്ന ഇന്റേൺ കുറച്ച് ദിവസമായിട്ടുള്ളൂ റിഡംഷൻ ഹോസ്പിറ്റലിൽ എത്തിച്ചേർന്നിട്ടുള്ളൂ. അപ്പോൾ അദ്ദേഹം തൻ്റെ വിശേഷങ്ങളൊക്കെ അറിയിച്ചുകൊണ്ട് കാമുകിക്ക് ഒരു കത്തയക്കുന്നുണ്ട്. അൺഫോർച്യുനേറ്റ്ലി ഈ കത്ത് എത്തിച്ചേരുന്നത് സൈനുവിൻ്റെ പേരൻസിൻ്റെ അടുത്താണ്. സൈനുവിൻ്റെ പേരൻസിന് രവി തരകനുമായിട്ട് ഒരു അലയൻസിന് താല്പര്യമില്ലാത്തതുകൊണ്ട് അവർ വേറൊരു കല്യാണം ഉറപ്പിക്കുകയും ഇത് അറിയിക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റൽ നമ്പറിലോട്ട് വിളിക്കുകയും ചെയ്യും. പക്ഷേ ആ കോൾ എടുക്കുന്നത് സാമുവൽ ഡോക്ടറാണ്. സാമുവൽ ഡോക്ടറിൻ്റെ അടുത്ത് സൈനുവിൻ്റെ പേരൻസ് പറയും അവർ സൈനുവിന് വേറെ കല്യാണം ഉറപ്പിച്ചു. ഇനി രവി തരകനും ആയിട്ടൊരു അലയൻസിന് അവർക്ക് താല്പര്യമില്ല. ഇനി തങ്ങളുടെ മകളെ ശല്യപ്പെടുത്തരുത് എന്ന രീതിയിൽ ഒരു കോളായിരുന്നു അത്. വേണമെങ്കിൽ സാമുവൽ ഡോക്ടറിന് അപ്പോൾ തന്നെ രവി തരകനെ വിളിച്ചിട്ട് ആ കാര്യം പറയാമായിരുന്നു. പക്ഷേ അദ്ദേഹം അങ്ങനെയൊന്നുമല്ല ചെയ്തത്. മറിച്ച് രവി തരകനെ തൻ്റെ ഒരു ബൈക്കുണ്ട്, അതിൽ നമുക്കൊരു മൂന്നാറിൽ ഒരു റൈഡ് പോകാമെന്നൊക്കെ പറഞ്ഞ് അവർ മൂന്നാറിക്കിടെ ഇങ്ങനെ റൈഡ് പോകും. എന്നിട്ട് ഒരു കുളമൊക്കെ ഉണ്ട്, അവിടെ കുളിച്ചു. രവിയുടെ പഴയ കാര്യങ്ങളൊക്കെ ചോദിച്ചു, ഹോം സിക്നെസ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചതിന് ശേഷം സൈനുവിൻ്റെ ടോപ്പിക് എടുത്തിടുകയും മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ? സൈനുവിനെ മിസ് ചെയ്യുന്നില്ലേ? അപ്പോൾ ഒറ്റയടിക്ക് ഈ കാര്യം പറയാതെ ആ സിറ്റുവേഷൻ ഒന്ന് ലൈറ്റ് ആക്കിയതിന് ശേഷമാണ് സാമുവൽ ഡോക്ടർ കാര്യം അവതരിപ്പിക്കുന്നത്. പിന്നീട് കഥ എങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇവർക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ചെറുപ്പക്കാരൻ ജോജോയെ ആക്സിഡന്റ് പറ്റി റിഡംഷൻ ഹോസ്പിറ്റലിൽ കൊണ്ടെത്തിക്കുന്നു. സർജറി ചെയ്താൽ മാത്രമേ അയാൾക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റുള്ളൂ. പക്ഷെ അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് സർജറി ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു. അവർ കുറച്ച് റിലീജിയസ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ്. സോ അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയിലൂടെ തൻ്റെ മകൻ സുഖപ്പെടുമെന്ന് അവർ വിശ്വസിച്ചു. ഈ ഒരു സിറ്റുവേഷനിൽ ഡോക്ടർ സാമുവൽ ഡോക്ടർ സുപ്രിയയുടെയും ഡോക്ടർ രവി തരകൻ്റെ അടുത്തും ഒപ്പീനിയൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നുണ്ട് ഫാമിലിക്ക് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് സർജറി ചെയ്യുന്നതെന്ന്. ജീവിക്കാൻ ഇനി ഒരുപാട് വർഷങ്ങളുണ്ടെന്ന് സാറ് പറയുന്നു. പക്ഷേ അതൊന്നും നമ്മുടെ കയ്യിലല്ലല്ലോ സർ. Who said? ചില സമയങ്ങളിൽ അത് നമ്മുടെ കയ്യിൽ തന്നെയാണ്. ബിക്കോസ് വി ആർ ഡോക്ടേഴ്സ്. ഡയഗ്നോസ് ചെയ്യാനോ ട്രീറ്റ് ചെയ്യാനോ അല്ല പ്രയാസം, ഡിസിഷൻസ് എടുക്കാനാണ്. നമ്മൾ എടുക്കുന്ന ഒരു ഡിസിഷന് ഒരു പേഷ്യന്റെ ഫ്യൂച്ചർ ചേഞ്ച് ചെയ്യാൻ നോക്കും, ഫോർ ബെറ്റർ ഓർ ഫോർ ഈ വേഴ്സ്. ഡയലോഗ്സിലൂടെ ഒരു ഡോക്ടറിന്റെ പൊസിഷൻ എത്രമാത്രം റെസ്പോൺസിബിലിറ്റി ഉള്ളതാണെന്നും അവരെടുക്കുന്ന ഡിസിഷൻ ഒരു രോഗിയുടെ ലൈഫിനെ എങ്ങനെയൊക്കെ മാറ്റിമറിക്കാമെന്നും ഈ സിറ്റുവേഷനിലൂടെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ചില സിറ്റുവേഷൻസിലെങ്കിലും സാമുവൽ ഡോക്ടറെ പറ്റി രവി തരകൻ ഡൗട്ട്ഫുൾ ആയിരുന്നു. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു സൈനുവുമായിട്ടുള്ള രജിസ്റ്റർ മാരേജ് പ്ലാൻ ചെയ്ത ആ ഒരു ദിവസം. അപ്പോൾ സുപ്രിയ പറയുന്നുണ്ട് ഈ ഒരു പർട്ടിക്കുലർ കാര്യം നമുക്ക് സാമുവൽ ഡോക്ടറെ അറിയിക്കാം, പക്ഷേ രവി തരകൻ തടയുന്നുണ്ട്. ഇത് ചിലപ്പോൾ പറഞ്ഞാൽ അദ്ദേഹം സൈനുവിന്റെ വീട്ടിൽ അറിയിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. പക്ഷേ സുപ്രിയ ഇതൊക്കെ ഇഗ്നോർ ചെയ്തുകൊണ്ട് സാമുവൽ ഡോക്ടറെ അറിയിക്കുന്നുണ്ട്. സാമുവൽ ഡോക്ടർ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് അതൊരു വളരെ പോസിറ്റീവ് ഔട്ട്ലുക്കാണ് അവിടെ കാണിച്ചത്. സർ, What's wrong with you? Stupid fellow. It's already 3 in the morning. വേഗം പുറപ്പെടാൻ നോക്ക്. അത് കൂടാണ്ട് അദ്ദേഹം പറയുന്നുണ്ട് സൈനുവിനെ കൂട്ടിക്കൊണ്ട് നേരെ ഇങ്ങോട്ട് പോരെ, കോട്ടേഴ്സ് ഒക്കെ ഞാൻ റെഡിയാക്കി ഇടാമെന്ന്. ഇനി വരുമ്പോൾ ഒരാൾ കൂടെ കാണുമല്ലോ. Should I also come? വേണ്ട സർ. Are you sure? യാ. Okay, all the best. ഈ സീൻസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു കാര്യമുണ്ട്, എന്തൊരു അടിപൊളി മനുഷ്യനാണ് ഇദ്ദേഹം. വളരെ അൺപ്രഡിക്റ്റബിൾ ആയിട്ടാണ് ബിഹേവ് ചെയ്യുക. എന്തൊക്കെ പറഞ്ഞാലും രവി തരകനാണ് ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനൊരു ബിഹേവിയർ കാണിക്കുന്നത്. വേറൊരാളാണെങ്കിൽ അദ്ദേഹം ഇതുപോലെ സപ്പോർട്ട് ചെയ്തെന്ന് വരില്ല. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഡോക്ടർ രവി തരകനും സാമുവലും തമ്മിലൊരു ബ്യൂട്ടിഫുൾ ബോണ്ട് ബിൽഡ് ആയതും നമുക്ക് ഈ സീനിൽ കാണാം. ഒരു പക്ഷേ ഇനി പറയാൻ പോകുന്ന സീൻസ് ആകും ഈ സിനിമ കണ്ടിട്ടുള്ള മിക്ക ആൾക്കാരുടെയും സാമുവൽ ഡോക്ടർ എന്ന് പറയുമ്പോൾ മനസ്സിൽ വരുന്ന ഫേവറേറ്റ് സീൻസ്. പേഴ്സണൽ റിവെഞ്ചിന്റെ പേരിൽ എ.എസ്.ഐ പുരുഷോത്തമന്റെ മകൾക്ക് ട്രീറ്റ്മെന്റ് ഡിനേ ചെയ്യുന്ന ഡോക്ടർ രവി തരകൻ മെഡിക്കൽ നെഗ്ലിജൻസ് മൂലം മെഡിക്കൽ ബോർഡിനെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ആ ഒരു സിറ്റുവേഷനിൽ രവി തരകൻ തൻ്റെ കരിയറും തൻ്റെ ലൈഫും എല്ലാം നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കിയിരിക്കുന്ന ഒരു പോയിന്റാണത്. ആ ഒരു മൊമെന്റിലാണ് അവിടേക്ക് സാമുവൽ ഡോക്ടർ എത്തിച്ചേരുന്നതും ഡോക്ടർ രവിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് പറയുന്നതും. ഇത് കേട്ട് ലിറ്ററലി അവിടെയുള്ള എല്ലാവരും ഷോക്ക്ഡ് ആയിപ്പോയി.
താനായിരുന്നു അന്ന് ഡ്യൂട്ടി ഡോക്ടറെന്നും ഒരു എമർജൻസി ഹൗസ് വിസിറ്റിന് താൻ പോയപ്പോഴാണ് ഈ കുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുവന്നതും രവി തരകന് തന്നെ ആ കുട്ടിയെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാതായപ്പോൾ ആളെ വിട്ട് സാമുവൽ ഡോക്ടറെ വിളിപ്പിക്കുകയാണെന്നും പറയുന്നുണ്ട്. സാമുവൽ ഡോക്ടറെ പറ്റി പറയുകയാണെങ്കിൽ അങ്ങേയറ്റം പ്രൊഫഷണൽ ആയിട്ടുള്ള ഡോക്ടറാണ് അദ്ദേഹം. അദ്ദേഹത്തിൽ നിന്ന് നമ്മൾ ഇങ്ങനെ ഒരു നോണ ലീസ്റ്റ് എക്സ്പെക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും അവിടെ ഷോക്ക്ഡ് ആവുന്നതും. എന്താണ് മെഡിക്കൽ നെഗ്ലിജൻസ്? ചികിത്സയിലെ തെറ്റുകൊണ്ട് രോഗിക്ക് സീരിയസ് കോംപ്ലിക്കേഷൻസോ മരണമോ സംഭവിക്കുന്നതാണ് മെഡിക്കൽ നെഗ്ലിജൻസ്. ഒരു സിഗ്നേച്ചർ കൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ചെറുപ്പക്കാരൻ്റെ ജീവിതം ഇല്ലാതാക്കാം, അവനെ ഇല്ലാതാക്കാം. ഐ ടെസ്റ്റിഫൈ ഫോർ ഹിം. ഡോക്ടർ രവി തരകൻ ഈസ് ഇന്നസെന്റ്. പിന്നീട് എല്ലാം കഴിഞ്ഞ് വൈകുന്നേരം സാമുവൽ ഡോക്ടറും രവി തരകനും ഒറ്റയ്ക്കിരിക്കുന്ന ഒരു സിറ്റുവേഷൻ അദ്ദേഹം പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് താൻ ഈ നുണ പറഞ്ഞത് എന്ന്. നിന്നെ പറ്റിയുള്ള എൻ്റെ പ്രതീക്ഷയാണ് ആ നുണ. ഞാൻ പറഞ്ഞിട്ടുള്ള ആദ്യത്തെ നുണ. അത് പാഴാക്കരുത്. അങ്ങനെ സാമുവൽ ഡോക്ടർ മൂലം ഡോക്ടർ രവി തരകന് ലൈഫിൽ ഒരു സെക്കൻഡ് ചാൻസ് ലഭിക്കുകയാണ്. സാമുവൽ ഡോക്ടറിന്റെ ലൈഫിലെ ആദ്യത്തെ നുണ അത് ഒരിക്കലും പാഴായി പോയിട്ടില്ല. പിന്നീട് രവി തരകൻ മികച്ചൊരു ഡോക്ടർ ആവുന്നതും നമ്മൾ ഈ സിനിമയിൽ കാണുന്നുണ്ട്. ഇതുപോലെ കുറച്ച് സീനിൽ വന്ന് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി പോയ ഒരു ക്യാരക്ടറാണ് ASI പുരുഷോത്തമൻ, കലാഭവൻ മണി ചെയ്തത്. ആ ക്യാരക്ടറിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ഇനീഷ്യലി കാണിക്കുമ്പോൾ നമ്മളെല്ലാവരും വെറുത്ത് പോകുന്നൊരു ക്യാരക്ടർ, ഭയങ്കര നായകനെ കൊണ്ട് പബ്ലിക്കായിട്ട് നായകനെ ഹ്യൂമിലിയേറ്റ് ചെയ്യുന്നൊരു ക്യാരക്ടർ. പക്ഷേ ടുവേർഡ്സ് ക്ലൈമാക്സ് നമ്മൾ ആ ക്യാരക്ടറിനോട് നമുക്കൊരു ഇഷ്ടവും സിമ്പതിയും തോന്നും. ഇനീഷ്യലി ആ ക്യാരക്ടർ ASI പുരുഷോത്തമൻ ഭയങ്കര റൂഡാണെങ്കിലും പിന്നീട് ASI പുരുഷോത്തമൻ രവി തരകൻ്റെ കാലിൽ വീഴുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ആ പ്ലേറ്റുകൾ തിരിയുന്നൊരു സാധനമുണ്ട്. ക്ഷമിക്കണം സാറേ, ഞങ്ങൾക്ക് അവളല്ലാതെ ഞങ്ങൾക്ക് അവള് മാത്രമേ ഉള്ളൂ. ഞാൻ വേണമെങ്കിൽ സാറിന്റെ കാലം പിടിക്കാൻ സാറേ. എന്റെ മോനെ രവി തരകനോട് നമുക്ക് ചെറിയൊരു ദേഷ്യം, എന്ത് വൃത്തികെട്ടവനാണ് ഇയാൾ, ഒരു കൊച്ചിൻ്റെ ജീവൻ വെച്ച് കളിക്കുന്നു എന്ന് തോന്നുകയും സഹനടനായിട്ട് വന്ന ASI പുരുഷോത്തമനോട് നമുക്കൊരു ഭയങ്കര സഹതാപം, ആ കൊച്ചു രക്ഷപ്പെടണേ എന്നൊരു സാധനം തോന്നിക്കും. അത് ഡെഫിനറ്റ്ലി റൈറ്റർ, ഡയറക്ടർ, അത് പെർഫോം ചെയ്ത ആക്ടർ, അവരുടെ എല്ലാവരുടെയും ഒരു ഭയങ്കര ടാലന്റ് കാണിച്ച ഒരു സീനായിരുന്നു അത്. ഈ ഷോ സ്റ്റീലർ എന്നൊക്കെ പറയുന്ന പോലെ. മുന്നേ പറഞ്ഞ സീനിൽ ASI പുരുഷോത്തമന്റെ അടുത്ത് നമുക്കൊരു വിഷമമാണ് തോന്നുന്നതെങ്കിൽ ഇനി പറയാൻ പോകുന്ന സീൻ കാണുമ്പോൾ നമുക്ക് അദ്ദേഹത്തിന്റെ അടുത്ത് വല്ലാത്തൊരു ദേഷ്യമാണ് തോന്നുന്നത്. സർ, നാളെ രാവിലെ 10 മണിക്ക് എറണാകുളത്ത് വെച്ച് എൻ്റെ രജിസ്റ്റർ മാരേജ്. ഞാൻ സമയത്ത് അവിടെ എത്തിയില്ലെങ്കിൽ പിന്നെ ഒരിക്കലും നടക്കില്ല സർ. ഓഹോ, അപ്പോ എന്തോ തരികട സെറ്റപ്പുള്ള കല്യാണാണല്ലേ? ഇപ്പൊ സാറ് കേറിയാട്ടെ. സർ നേരെ ബാക്കി പോടാ. സർ പ്ലീസ്. നീ കൊടുത്ത പരാതിയിൽ 6 മാസമായിരുന്നു എന്റെ സസ്പെൻഷൻ. 6 മാസം എനിക്ക് എങ്ങനെയായിരുന്നു എന്ന് 4 മണിക്കൂർ കൊണ്ട് നിനക്ക് ഞാൻ മനസ്സിലാക്കി തരാം. വളരെ കുറച്ച് സീൻസേ ഉള്ളെങ്കിലും ഉള്ള സീൻസിൽ ആളുകൾ ഇന്നും ഓർത്തിരിക്കുന്ന രീതിയിലുള്ള പ്രകടനമായിരുന്നു കലാഭവൻ മണി കാഴ്ചവെച്ചത്. അതുപോലെ ഈ സിനിമയിലെ ഒരു ക്യാരക്ടറാണ് തോമസ് തരകൻ, രവി തരകൻ്റെ ഫാദറായിട്ട് ആക്ടർ പ്രേം പ്രകാശ് അഭിനയിച്ച ക്യാരക്ടർ. ഈ ക്യാരക്ടറിന് നമ്മുടെ റിയൽ ലൈഫിലെ പല ക്യാരക്ടേഴ്സുമായിട്ട് ഒരുപാട് റിസംബ്ലൻസ് ഉണ്ട്. ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ലൈഫിൽ നമ്മുടെ പാരൻസ്, നമ്മുടെ അച്ഛന്മാർ ഭയങ്കര ഹാർഷായിരിക്കും ചില സമയത്തെങ്കിലും. നമ്മൾ ലൈഫ് പഠിക്കണം, ഒരു ഏജ് കഴിഞ്ഞാൽ വീട് വിട്ട് പുറത്ത് പോയാൽ ലൈഫ് പഠിക്കാൻ പറ്റുമോ എന്ന് പറയും. ഇപ്പോൾ തന്നെ ഇന്ത്യക്ക് വെളിയിലുള്ള ഒരുപാട് സുഹൃത്തുക്കൾ പറയാറുണ്ട്, അവരിതുപോലെ ഈ ഏജൻസികളുടെ ഇതൊക്കെ കണ്ട് പുറത്ത് പോയിട്ട് അവിടുത്തെ ലൈഫ് ഹാർഡാവുന്ന സമയത്ത് ഈ പറഞ്ഞ പുറത്തേക്ക് പൊക്കോളൂ എന്ന് പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്ത് വിട്ട് അച്ഛൻ തന്നെ പറയും, പൈസ പോയാൽ പോട്ടെ, തിരിച്ചു പോരെ, ഇനി അവിടെ നിൽക്കണ്ട, ഇത്രയും കഷ്ടപ്പാടൊന്നും സഹിച്ച് അവിടെ നിൽക്കണ്ട എന്ന് പറയും. 5 ലക്ഷം രൂപ കൊടുത്താൽ തീരില്ലേ നിന്റെ ഇവിടുത്തെ ജീവിതം? നാളെ തന്നെ ഇത് നമുക്ക് നിന്റെ പ്രിൻസിപ്പലിനെ കൊടുക്കണം. മക്കൾ വളരണമെന്നും ജീവിതം പഠിക്കണമെന്നും ഏതൊരച്ഛനും ആഗ്രഹിക്കും. പക്ഷെ നീ ഇപ്പൊ കടന്നു പോകുന്ന അവസ്ഥ എനിക്ക് സഹിക്കാനാവുന്നില്ല. ഒന്നോർക്ക, ഞാനാണ് ഇതിന്റെ എല്ലാം കാരണം. നീ എന്നോട് ക്ഷമിക്കണം. നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്ന കാണാൻ നമ്മുടെ പേരൻസ് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. നമ്മളൊരു ടഫ് സിറ്റുവേഷൻ ആണെങ്കിൽ പോലും വേറെ ആരും നമ്മുടെ കൂടെ ഇല്ലെങ്കിലും നമ്മുടെ പേരൻസ് നമ്മുടെ കൂടെ ഉണ്ടാവും. പിന്നെ അതുപോലെ സലീം കുമാർ ചെയ്തു വെച്ച തോമാച്ചൻ എന്ന് പറയുന്നൊരു ക്യാരക്ടറുണ്ട്. ഇതുപോലെ റിയൽ ലൈഫിൽ നമ്മൾ ഒരുപാട് തോമാച്ചന്മാരെ കണ്ടിട്ടുണ്ടാവും. അതിൽ പ്രധാനമായിട്ട് തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ, ഒന്ന് എന്ന് പറയുന്നത് തോമാച്ചൻ അയാളുടെ അവസ്ഥയെ അതിൽ നിന്നും, അതായത് വല്ലഭന് പുല്ലുമായതെന്ന് പറഞ്ഞാൽ തോമാച്ചന് ഒരു ഇൻറ്റേർണൽ ഹെർണിയ ഉണ്ട്. അപ്പം ആ ഹെർണിയനെ വെച്ചിട്ട് ഈ പറഞ്ഞ വൈവയ്ക്ക് അപ്പിയർ ചെയ്യുന്ന മെഡിക്കൽ സ്റ്റുഡൻസുമായിട്ട് ഒരു ധാരണയിലെത്തി അവരുടെ നിന്ന് ചെറിയ പൈസയൊക്കെ മേടിച്ച് വൈവ പാസ്സാക്കി കൊടുക്കുന്ന ഒരാളാണ് തോമാച്ചൻ. ഇങ്ങനത്തെ ഒരുപാട് ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഈ വീണാലും 4 കാലിലേ വീഴുള്ളൂ എന്ന് പറഞ്ഞാൽ അവരുടെ ചുറ്റുമുള്ള എന്ത് സംഭവങ്ങൾ, അവർക്ക് എന്ത് പ്രശ്നം വന്നാലും അവർക്ക് അതിൽ നിന്നൊരു ബിസിനസ് കണ്ടെത്താൻ അല്ലെങ്കിൽ അതിൽ നിന്നൊരു
എന്ത് ക്രൈസിസിലും ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടെത്താൻ പറ്റുന്ന ആളുകളുണ്ടാവും. പക്ഷേ തോമാച്ചൻ്റെ ക്യാരക്ടറിനെ ഡീപ്പ് ഡൗൺ അനലൈസ് ചെയ്യുമ്പോൾ വേറൊരു സാധനം കൂടെ നമുക്ക് തോന്നാറുണ്ട്. അതായത് ഇങ്ങനെ ഒരു ക്രോണിക് ആയിട്ടൊരു ഡിസീസ് ഉള്ള ആളുകളുടെ മെൻ്റൽ ഹെൽത്ത്, അല്ലെങ്കിൽ അവർ ചിലപ്പോൾ ഡീപ്പ് ഡൗൺ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ടാവും അവരുടെ അവസ്ഥയെ കുറിച്ച് ആലോചിച്ചിട്ട്. ആ ഒരു രീതിയിൽ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള, പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറിയ ടൈം ഡ്യൂറേഷനിൽ വന്നു പോയിട്ട് നല്ലൊരു ഇമ്പാക്റ്റ് പ്രേക്ഷകരുടെ മനസ്സിൽ ഉണ്ടാക്കുന്ന ഒരു ക്യാരക്ടറാണ് തോമാച്ചൻ. ഈ പടത്തിൽ നിന്ന് അറേഞ്ച് ചെയ്തിട്ടുള്ള വിവേക് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ എല്ലാ ആവശ്യങ്ങൾക്കും രവി തരകൻ്റെ കൂടെ, നമ്മുടെ എല്ലാവരുടെയും റിയൽ ലൈഫിൽ നമുക്കൊക്കെ ഉണ്ടായേക്കാവുന്ന ചില ഫ്രണ്ട്സിനെ പോലെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അയാളെ കൂടെയുണ്ട്. അത് കഴിഞ്ഞ് കോളേജിൽ നിന്ന് ഇറങ്ങി ഒളിച്ചോടുന്നു, ഒരു ഇൻ്റർകാസ്റ്റ് കല്യാണം വരുന്നു, ഒരു പ്രശ്നമായേക്കാം. അപ്പോൾ എന്തായാലും വേറെ പുറത്തുനിന്ന് വീട്ടുകാരുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ കൂട്ടുകാരുടെ സപ്പോർട്ട് വേണം എന്നുള്ള സാഹചര്യത്തിൽ അയാൾ കൂടെയുണ്ട്. അത് കഴിഞ്ഞ് മെഡിക്കൽ നെഗ്ലിജൻസിന് കേസ് വന്നിട്ട് കേസിൻ്റെ മുകളിലുള്ള ആളുകൾ രവി തരകനെ കൈകാര്യം ചെയ്യും എന്നൊരു സിറ്റുവേഷൻ വരുമ്പം അവിടെ ഈ പറഞ്ഞ ഡോക്ടർ വിവേകിൻ്റെ ക്യാരക്ടർ ഉണ്ട്. ഇനി ഇതെല്ലാം കഴിഞ്ഞ് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം, മിനിമം ഒരു 10 വർഷങ്ങൾക്കെങ്കിലും ശേഷം രവി തരകൻ ഇങ്ങനെ പെർമിഷൻ ഇല്ലാതെ ഒരു കൊച്ചിനെ ഓപ്പറേറ്റ് ചെയ്തു, അതിൻ്റെ ഇടയ്ക്ക് ആക്സിഡൻ്റ് ആയി എന്നൊക്കെ പറഞ്ഞ് വാർത്തകളിൽ തൻ്റെ പഴയ സുഹൃത്ത് നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് എന്താണ് രവി തരകന് പറ്റിയെന്ന് ഫോളോ അപ്പ് ചെയ്യാൻ അവിടെയും ഡോക്ടർ വിവേക് ഉണ്ട്. അടുത്തായിട്ട് സമൃദ്ധ ചെയ്ത സൈനു എന്ന് പറയുന്ന കഥാപാത്രം. സമൃദ്ധയുടെ കരിയറിലെ അവസാനത്തെ കഥാപാത്രമായിരുന്നു സൈനുവിൻ്റേത്. സമൃദ്ധ നായികയായിട്ട് ആദ്യമായിട്ട് വന്നതും ലാൽ ജോസിന്റെ ചിത്രത്തിലൂടെയായിരുന്നു. വളരെ കുറച്ച് സീൻസിൽ വന്ന് നമ്മുടെ ഇഷ്ടം പിടിച്ചു പറ്റിയ ഒരു ക്യാരക്ടറായിരുന്നു സൈനുവിൻ്റേത്. സൈനുവിനെ നമുക്ക് പ്രധാനമായിട്ട് കാണാൻ കഴിയുന്ന 2 പാട്ടുകളിലാണ്. ഒന്ന് രവി തരകൻ്റെ കോളേജ് കാലഘട്ടം കാണിക്കുന്ന ജനുവരിയിൽ എന്ന് പറയുന്ന പാട്ടിലും, പിന്നീട് ഇവർ എന്നേക്കുമായിട്ട് പിരിയുന്നു എന്നൊരു സാഹചര്യത്തിൽ ഉണ്ടാകുന്ന ഒരു പാട്ട് അടലിൻ്റെ ആടങ്ങളിൽ എന്ന് പറയുന്ന പാട്ട്. ഈ 2 പാട്ടുകളും അന്നത്തെ കാലത്ത് സൂപ്പർ ഹിറ്റ് പാട്ടുകളായിരുന്നു. ഇപ്പോൾ പോലും ആളുകൾ ഒരുപക്ഷെ ഈ പാട്ടുകൾ റിപ്പീറ്റായിട്ട് കേൾക്കുന്നവരുണ്ടാകാം. സൈനുമായിട്ട് ജീവിക്കാൻ അത്ര എളുപ്പമല്ല. ആദ്യം ഒരാളെ ജീവന തുല്യം സ്നേഹിക്കുക, പിന്നീട് അന്യമതത്തിലായതുകൊണ്ട് അയാളെ കല്യാണം കഴിക്കാൻ പറ്റാതാവുക, ഒടുവിൽ വീട്ടുകാർ ഉറപ്പിച്ച് മറ്റൊരാളുമായിട്ട് കല്യാണം കഴിച്ച് ഇനിയുള്ള ജീവിതകാലം ജീവിക്കുക. രമ്യ നമ്പീശൻ അവതരിപ്പിച്ച ഡോക്ടർ സുപ്രിയ എന്ന് പറയുന്ന കഥാപാത്രം. കോളേജ് ലൈഫ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നല്ല സൗഹൃദങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സ്പേസാണ് നമ്മുടെ വർക്ക് സ്പേസ്. രവി അങ്ങനെ ഉണ്ടാക്കിയ ഒരു സൗഹൃദമായിരുന്നു സുപ്രിയ ആയിട്ടുള്ളത്. ഡോക്ടർ സുപ്രിയയെ പറ്റി പറയുമ്പോൾ രവി തരകൻ്റെ കോളേജ് ലൈഫിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു പോകണം. അന്ന് അദ്ദേഹം വളരെ അലസിനും മടിയനും ആയിട്ടുള്ള ഒരു വിദ്യാർത്ഥിയായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ കോപ്പി അടിക്കുന്നുണ്ട് എക്സാമിന്. ഇത് കാണുന്ന അന്നത്തെ ജൂനിയർ ആയിരുന്നു സുപ്രിയ ടീച്ചേഴ്സിൻ്റെ അടുത്ത് ഈ കാര്യം പറഞ്ഞു കൊടുക്കുകയും അങ്ങനെ രവി തരകൻ എക്സാമിൽ നിന്ന് ഡിവാർ ചെയ്യുകയും ഉണ്ടാകുന്നുണ്ട്. പക്ഷെ നമ്മൾ ഒരിക്കൽ പോലും അപ്പോൾ ചിന്തിക്കുന്നില്ല, വർഷങ്ങൾക്ക് ശേഷം ഇവർ ഒരുമിച്ച് ഒരു സ്ഥലത്ത് ഇന്റേൺഷിപ്പിനായിട്ട് വരുന്നുണ്ടെന്ന്. അങ്ങനെ ഇവരെ ഒരുമിച്ച് വന്നപ്പോഴും ഞാൻ വിചാരിച്ചു ഇവർ തമ്മിലൊരു റൈവലറി ആണ് ഉണ്ടാവാൻ പോകുന്നതെന്ന്. പക്ഷേ ടു മൈ സർപ്രൈസ് അത് അങ്ങനെ ഒന്നും അല്ല. ഇവർ തമ്മിലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹെൽത്തി വർക്ക് റിലേഷൻഷിപ്പാണ് ഉണ്ടായത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും താങ്ങും തണലുമായിട്ട് വർക്കിൽ അവർ ഗ്രോ ചെയ്തുകൊണ്ടേയിരുന്നു. അതുകൂടാണ്ട് രവി തരകൻ്റെ പേഴ്സണൽ ലൈഫിലും സുപ്രിയ ഡോക്ടറെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി സൈനുമായിട്ടുള്ള രജിസ്റ്റർ മാരേജ് ടൈമിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ഡ്രസ്സ്, താലിമാല ഇതൊക്കെ പർച്ചേസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തതും ഈ പറഞ്ഞ സുപ്രിയ ഡോക്ടറായിരുന്നു. സുപ്രിയ ഡോക്ടറിൻ്റെ നല്ലൊരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയത് തൻ്റെ ഫ്രണ്ട്സ് തെറ്റ് ചെയ്യുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കുകയും അവരെ തിരുത്താൻ ശ്രമിക്കുകയും ചെയ്യാറുണ്ട്. ഇത് നമ്മൾ രവി തരകൻ കുട്ടിക്ക് ട്രീറ്റ്മെൻറ്റ് ഡിനേ ചെയ്തൊരു കേസിൽ സുപ്രിയ ഡോക്ടർ അത് തെറ്റായി പോയി എന്ന് രവി തരകൻ്റെ അടുത്ത് പറയുമ്പോൾ നമ്മൾ ഈ സീൻ കാണുന്നുണ്ട്. ഒരു റിയൽ ഫ്രണ്ട് അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഈ സിനിമയിൽ റീമാ കല്ലിങ്കൽ അവതരിപ്പിച്ച ദിയ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്. ഡോക്ടർ രവി തരകൻ എങ്ങനെയാണോ ഡോക്ടർ സാമുവലാൽ ഇൻസ്പയർ ആയി നല്ലൊരു ഡോക്ടറായത്, അതുപോലെ ദിയ എന്ന് പറയുന്ന ആൾ മെഡിക്കൽ പ്രൊഫഷനിൽ അദ്ദേഹം ഡയറക്ടർ, ഡോക്ടറോ നേഴ്സോ അല്ലെങ്കിൽ പോലും ഒരു ആശുപത്രിയുടെ വേണ്ടപ്പെട്ട ഒരാൾ, അധികാരി എന്നുള്ള രീതിയിൽ അവർ രവി തരകനാൽ ഇൻസ്പയർഡ് ആവുന്ന ഒരു ക്യാരക്ടറാണ്. ഇപ്പം മെഡിക്കൽ നെഗ്ലിജൻസിൻ്റെ സീനിൽ ഒരു സിഗ്നേച്ചർ കൊണ്ട് നിങ്ങൾക്ക് ഇയാളുടെ ജീവിതം വേണമെങ്കിൽ നശിപ്പിക്കാം എന്ന് പറയുമ്പോൾ സിഗ്നേച്ചറുകളുടെ വില എന്താണെന്ന് ഡോക്ടർ സാമുവൽ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. പിന്നീട് ദിയ ഒപ്പിട്ട് കൊടുത്ത ഒരു കൺസൈൻമെൻറ്റ് കാരണം വന്ന എക്സ്പയറായ മെഡിക്കൽ പ്രൊഡക്ട്സ് ഉപയോഗിച്ചിട്ട് കാലുപോയ ഒരു കുട്ടിയെ ദിയയ്ക്ക് കാണിച്ചു കൊടുത്ത് രവി തരകനും അത് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് ദിയയ്ക്ക്. വിശാലിന്റെ കാര്യത്തിൽ എംബോളിസം ഉണ്ടായത് വലത്തെ കാലിലാണ്. ഇതല്ലാതെ മറ്റൊരു വഴിയുമില്ല. അപ്പം അങ്ങനെ രവി തരകൻ ഇൻസ്പയർ ചെയ്ത ഒരാളായിട്ട് ഒരു ഗംഭീര ക്യാരക്ടർ. അവരുടെ തുടക്കത്തിൽ കൈക്കൂലി കിട്ടുമ്പോഴുള്ള അവരുടെ ഒരു എന്താ പറയുക, അവർ ചെറുതായിട്ടൊരു അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറാവും. എക്സ്പയർ ആയ പ്രൊഡക്റ്റ് ആണെങ്കിലും കുഴപ്പമില്ല, കൈക്കൂലി കിട്ടുന്നുണ്ടല്ലോ എന്ന് ഓർത്ത് അവർ ഒതുങ്ങുന്നു. പിന്നീട് ആ ഒരു കാല് മുറിഞ്ഞ കുട്ടിയെ കാണുമ്പോൾ അവർ മാറുന്നു. രവി തരകന് വേണ്ടി ഒരുപാട് ആശുപത്രിയിലെ സീനിയർ സ്റ്റാഫിനോടും മുതലാളിയോടും വരെ വാദിച്ച് ജോലി പോകുന്ന ഒരു ഗംഭീര ക്യാരക്ടർ. മനോഹരമായ
വിഷ്വൽസിലൂടെ ജോമോൻ ടി ജോണിനും അതിൻ്റെ കൂടെ ഇഴുകിച്ചേരുന്ന സംഗീതത്തിലൂടെ ഔസേപ്പച്ചനും ഈ സിനിമയെ മറ്റൊരു ലെവലിലേക്ക് എത്തിക്കാൻ സാധിച്ചു. ഈ സിനിമയിലെ പാട്ടുകളെല്ലാം ഒന്നിനൊന്നും മെച്ചമാണെങ്കിലും അഴലിൻ്റെ ആഴങ്ങളിൽ എന്ന് തുടങ്ങുന്ന പാട്ട് ഒരുപക്ഷെ നഷ്ടപ്രണയം സംഭവിച്ചവർ തങ്ങളുടെ നഷ്ടപ്രണയിനിയെ ഓർത്ത് ഇന്നും കരയുന്ന ഒരു പാട്ടായിരിക്കും. ഈ സിനിമ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ സിനിമ സൺ നെക്സ്റ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ അയാളും ഞാനും തമ്മിൽ എന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടെങ്കിൽ ഏതായിരുന്നു നിങ്ങളുടെ ഫേവറേറ്റ് സീൻ? ആദ്യമായിട്ട് ഈ സിനിമ തിയേറ്ററിൽ കണ്ടപ്പോൾ എന്തായിരുന്നു നിങ്ങളുടെ എക്സ്പീരിയൻസ്? എല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ബ്യൂട്ടിഫുൾ സിനിമയുമായിട്ട് എത്തുന്നത് വരെ ടിൽ ദെൻ വി ആർ സൈനിങ് ഓഫ് ഫ്രം റിവൈൻ സിനിമാസ്. ബൈ.